ഞാൻ അധിക്ഷേപിക്കുന്ന ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ എന്താണ്, നടക്കാത്ത ഒരു കാര്യം നടന്നെന്ന് ഒരു ചിന്ത വരികയാണെങ്കിൽ അത് നമ്മൾ സാധാരണഗതിയിൽ അത് കാണിക്കുന്നത് സൈക്യാട്രിസ്റ്റിനെയാണ്. ആ ദൃശ്യങ്ങൾ കണ്ട എല്ലാവർക്കും അറിയാം എന്താണ് അവിടെ സംഭവിച്ചത്. അവരിങ്ങനെ ഓരോ നെറേറ്റീവ് ഉണ്ടാക്കി അതങ്ങ് വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മലയാളിക്ക് വിവേചന ബുദ്ധിയുള്ളവരാണ് മലയാളി എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ എന്തോ നടന്നെന്നറിയാം. അത് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. ഏതോ ഘട്ടത്തിൽ അവർ ഹാലൂസിനേറ്റ് ചെയ്തായിരിക്കും ഇങ്ങനെ സംഭവിച്ചെന്ന് അവർ വിചാരിക്കുന്നതായിരിക്കാം. അതിന് പരിശോധന നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അവരെ മോശക്കാരിയാക്കിയതല്ല. നടക്കാത്ത ഒരു കാര്യം നടന്നു എന്ന് തോന്നലുണ്ടാകുന്നത് വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ്. അല്ല, ഞാൻ പറഞ്ഞത് അവാസ്തവം. എന്തായാലും അവിടുത്തെ ഉദ്യോഗസ്ഥരാണല്ലോ അതിന് നിൽക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് പങ്കില്ല എന്നവരെവിടെയും അല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ അവർ ബാധ്യസ്ഥരല്ലേ. അവാസ്തവം പ്രചരിപ്പിക്കാൻ നിന്നിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് കൈകാര്യം ചെയ്തിരിക്കും പുതിയ ഗവൺമെന്റ് വരുമ്പോൾ. അതിന് ഒരു സംശയമില്ല. ഒരു കാര്യം കൂടെ, അതായത് ഈ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ വന്നതിന് പിന്നാലെ പലതരത്തിലുള്ള തർക്കങ്ങളാണ് ഈ ഇരവിപുരത്ത്. അതായത് RSP ഉണ്ടായിരുന്നത് പരിഹരിച്ച് വരുമ്പോൾ അടുത്ത UDF തന്നെ UDFിനുള്ളിൽ ചില പ്രശ്നങ്ങളുണ്ടാകുന്നു. പരിഹരിക്കപ്പെടുമോ, അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? ഇരവിപുരത്തെ വിഷയങ്ങൾ പാർട്ടിക്കകത്തുണ്ടായിരുന്ന ചിലത് വാർത്തകൾ വന്നതല്ല ഇന്നലെ കൊണ്ട് അതെല്ലാം പ്രസക്തമായിട്ടുണ്ട്. ഒറ്റക്കെട്ടായിട്ട് അവിടെ പാർട്ടി മുന്നോട്ട് നീങ്ങുകയാണ്. പിന്നെ എനിക്കിതിലൊക്കെ വലിയ സന്തോഷം. RSP ഒന്നുമില്ല എന്ന പരിഹാസമായിരുന്നല്ലോ. എന്താണേലും കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി RSP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടെന്നും ഇതിൽ നേതാക്കന്മാരുണ്ടെന്നും വ്യത്യസ്ത അഭിപ്രായം പറയുന്നുണ്ടെന്നും ഒക്കെ വന്നതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഇത്രയും പ്രാധാന്യം മാധ്യമങ്ങൾ ഇതിന് കൊടുക്കുമ്പോൾ CPMൻ്റെ പയ്യന്നൂരെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് കൂടാൻ സാധിക്കാത്ത നിലയിലേക്കുള്ള ഇറങ്ങിപ്പോക്കും പ്രതിഷേധവും ഉണ്ടാകുന്നു. ജില്ലാ സെക്രട്ടറിക്ക് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം CPMൻ്റെ കോട്ടയായ പയ്യന്നൂർ നടക്കുന്നതിനെക്കുറിച്ച് അതിന് RSPക്ക് കിട്ടുന്നതിൻ്റെ അത്രയും പ്രാധാന്യം കിട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഈ പരസ്യം കൂടുന്നപ്പോൾ മറുഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ നടന്ന സംഭവ വികാസങ്ങൾ. RSPയുടെ ഒരു മണ്ഡലം കമ്മിറ്റി, അവരുടെ ഏരിയ കമ്മിറ്റിക്ക് പകരം ഞങ്ങൾ മണ്ഡലം കമ്മിറ്റിയാണ്. അവിടെ ചില അഭിപ്രായങ്ങളുണ്ടായി, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായെന്ന് നിഷേധിച്ചിട്ട് കാര്യമില്ല. അതെല്ലാം പരിഹരിക്കാൻ ഈ പാർട്ടി പ്രാപ്തമാണ്. അത് പരിഹരിച്ചു, പാർട്ടിയുടെ വിഷയം പരിഹരിച്ചു. UDF ഇനിയും വരും ദിവസങ്ങളിൽ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നീങ്ങും. ഇല്ല, വരും ദിവസങ്ങളിൽ എൻ്റെ ചർച്ചയുണ്ട്. അല്ല, ഒരു ഘടകകക്ഷികളുമായിട്ടുള്ളത് തീരുമാനമായിട്ടില്ലല്ലോ. അത് ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ജാഥ അത് മറ്റന്നാൾ കൊണ്ടാണ് സമാപിക്കുന്നത്. ഈ 2 ദിവസം കൊണ്ട് എല്ലാ ഘടകകക്ഷികളുമായിട്ടുള്ള വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതെനിക്കറിയില്ല, എന്നെക്കുറിച്ച് എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടോ? ഇപ്പം ഈ പരസ്യം കൂടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കേരള പൊളിറ്റിക്സ് ഫോളോ ചെയ്യുമ്പോൾ 2021 കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വൈകാരിക അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷകൻ്റെ വേഷത്തിൽ പിണറായി വിജയൻ വന്ന ഒരു നൈമിഷികമായ പ്രതികരണമായിട്ടാണ് അതിനെ കാണേണ്ടത്. 2021 വന്ന വിജയം. അത് എന്തുകൊണ്ടത് പറയുന്നു? അതിനുശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും കേരള ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത നിലയിലേക്ക് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ മുന്നേറ്റം, തൃക്കാക്കരയിൽ തുടങ്ങിയ വിജയം, അതിനുശേഷം പുതുപ്പള്ളിയിലുണ്ടായി, അതിനുശേഷം പാലക്കാട്, എന്തിന് 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ചേലക്കര 10,000 വോട്ടായി ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചു. അന്നേരം UDFൻ്റെ ഒരു മുന്നേറ്റം തന്നെ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും നടന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ വിജയിച്ചപ്പോൾ അത് ശബരിമലയുടെ വൈകാരിക പ്രതികരണമാണെന്ന് പറഞ്ഞു. ഇത്തവണ മറ്റൊരു പ്രതികരണവും ഇല്ലല്ലോ. പാർലമെൻറ്റിൽ നടന്ന വിജയം, അതിനുശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വന്ന വിജയം. ഇത് ജനരോഷത്തിൻ്റെ പ്രതിഫലനം അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇവരുടെ അളവുകോല് എന്ന് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം അങ്ങനെ ഇതിനു വേണ്ടി കക്ഷി മാറുന്ന വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലൊരു നേതാവിനെ UDFന് കിട്ടാമെങ്കിൽ ഏറ്റവും നല്ല കാര്യമായിട്ട് നമ്മൾ കാണുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വത്തിൽ അദ്ദേഹം ഒരു കക്ഷി
രാഷ്ട്രീയത്തിൽ ഒതുങ്ങുന്നതല്ല, ഒരിടത്തുനിന്ന് മാറി ഒരിടത്തോട്ട് പോകുന്ന വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ ആഗ്രഹിക്കും, വന്നാൽ അതിയായ സന്തോഷമാണ്.